ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ മാത്രം എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എല്ലാം ഒരേപോലെയാണെന്നുണ്ടെങ്കിലും ഇതിന് മാത്രം എനിക്ക് ഒട്ടും മടി ഉണ്ടാവാറില്ല. എന്തോ എനിക്ക് അത്ര ഇഷ്ടമാണ്. ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തിട്ട് ഞാൻ എങ്ങോട്ടായി പോകുന്നതെന്നായിരിക്കും. എനിക്കൊരു കല്യാണം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഷോപ്പിങ്ങും കൂടി ഉണ്ട്. ഇതിനാണ് ഞാൻ ഈ ഒരുങ്ങി പോകുന്നത്. കാണുന്നവർക്കത് ഭയങ്കര വലിയ മേക്കപ്പ് ആണെങ്കിലും എനിക്കിത് സിമ്പിളാണ്. ഇത്രയും ലളിതാക്കിയിട്ട് എനിക്ക് ഇനിയും ചെയ്യാൻ അറിയില്ല. പറഞ്ഞു പോകുന്നത്, ഇതെനിക്ക് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട, അധികം സാധനങ്ങളും വേണ്ട. ആകെ ഒരു കൺസീലർ, ഒരു ഐലൈനർ, ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക്, കൺമഷി അല്ല, പിരികം ഒന്ന് ഷേപ്പാക്കുന്ന ഇത്. ഇത്രയേ ഉണ്ടെങ്കിൽ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു കൺമഷിയും പൗഡറും കൊണ്ട് മാത്രം നടന്നിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് കേട്ട് പരിചയം ഉണ്ടാവും. നമ്മുടെ പേരൻസ് ആയിരിക്കും ഇത് പറയുന്നത്, നമ്മളായിരിക്കും ഇത് കേൾക്കുന്നത്. വളർച്ച കൂടുന്തോറും നമ്മുടെ പരിഷ്കാരങ്ങളും കൂടി വരുന്നതാണല്ലോ. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ. അപ്പോൾ നമ്മളും ഒരു ഓട്ടക്കാരനാവണ്ടേ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ഡ്രസ്സാണ്. 100-500 എനിക്ക് കിട്ടിയതാണ്. ആദ്യമായിട്ട് ഞാൻ ഇട്ട് നോക്കുന്ന അതാണ് ഈ ഷോ ഇറക്കുന്നത്. ഇത് വേണ്ട, ഇത് രസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിട്ടേൺ അടിച്ച സാധനമായിരുന്നു. പിന്നെ എന്തോ ഒരു കാരണത്താൽ ഞാൻ അത് ക്യാൻസലാക്കി. 100-500 അത്ര വലിയ മോശം പറയാനൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചത്. അപ്പം എന്നാൽ ശരി, ഞാൻ വേഗം പോയി വരാം. ബൈ. അത്ര വലിയ മോശം പറയാനൊന്നും ഇതില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.